മനുഷ്യൻ്റെ ഭീതി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒരു മോശം വാക്കിനും മീതെയല്ല, മറിച്ച് ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട വാക്കിന് പുറത്താണ് സ്നേഹം. നേരത്തെ പോകേണ്ടി വരുന്ന മനുഷ്യർ എന്ത് വെച്ചിട്ടാണ് പോകുന്നത്? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ, ഏറ്റവും നിർമ്മലമായ ഓർമ്മകൾ വെച്ചിട്ട് പോകുന്ന ഒരാളുടെ പേരാണ് ഈ ചങ്ങാതി എന്ന് പറയുന്നത്. ഒരാളെ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലോർമ്മിക്കണം, ഇനി നിങ്ങൾ അയാളെ ഒരിക്കലും കാണാൻ പോകുന്നില്ല. ഒരിക്കലും കാണാൻ സാധ്യമില്ലാത്ത ഒരാൾ, അയാൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കാം. അടുക്കിലേക്ക് ഇങ്ങനെ പ്രാണൻ പിടിച്ചുകൊണ്ട് ഓടിയെത്തുമ്പോഴേക്കും അയാൾ അനുജനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദുഃഖം നിലനിൽക്കുന്നു, ദുഃഖം നിലനിൽക്കുന്നു. ബാക്കിയുള്ളതൊക്കെ കടന്നു പോകും. എഴുത്തുകാർ പറയുന്ന കണക്ക് ജാതി ഡയബറ്റീസ് കണക്കാണ്, അത് വന്നാൽ പോകത്തില്ല. പിന്നെ നിങ്ങൾക്ക് പരമാവധി അതിന് ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുന്നൊരു ബുദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബെസ്റ്റ് ഫോം ഓഫ് ആർട്ട് ഈസ് ടു ലവ് പീപ്പിൾ. ഈ മനുഷ്യരെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ ആർട്ടില്ല. എനിക്ക് നൽകിയിട്ടുള്ളൊരു സൂചന, ഇങ്ങനെ ഓർമ്മ, സൗഹൃദം ഇതിനാധാരമാക്കിയിട്ട് ഒരു സംഭാഷണം എന്ന നിലയിലാണ്. എൻ്റെ തന്നെ ഒരു കൂട്ടെന്ന് പറഞ്ഞൊരു പുസ്തകമായിരിക്കാം അത്തരം ഒരു കാര്യത്തിലോട്ട് സൂചനയായിട്ടുള്ളത്. ദീർഘമായൊരു സംഭാഷണത്തിൻ്റെ വീണ്ടും വിചാരങ്ങളുടെ ഒന്നും ഇടമായിട്ട് നമ്മളിതിനെ കരുതുന്നില്ല. അത് നമുക്ക് നമ്മുടെ ഏറ്റവും നല്ല സ്നേഹിതരെ വെറുതെ ഓർമ്മിക്കാം. അത്തരം ചില ഡെഡിക്കേഷൻസ് നമ്മളിത്തരം ചില വേദികളിൽ ചെയ്യാറുണ്ട്. ഈ ഒരു സന്ധ്യയിൽ ലൈഫിൻ്റെ പല ഘട്ടങ്ങളിൽ ഇങ്ങനെ സിബ്ലിങ്സിനേക്കാൾ, ഉറ്റവരെക്കാൾ, ഇവിടെ പിറന്നവരെക്കാളൊക്കെ ഇങ്ങനെ കൂടെ നിന്ന് മനുഷ്യരെ ഓർമ്മിച്ചെടുക്കുമ്പോൾ അതതിൽ തന്നെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചോളൂ എന്ന് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ചാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന എന്തൊരു കാര്യത്തിൻ്റെ പിന്നാലെ ചെല്ലുമ്പോഴും സ്നേഹത്തെക്കുറിച്ചുള്ള ഭീതി തന്നെയാണ്. അനവധി ആസിഡ് ആക്രമണങ്ങൾ നമ്മുടെ ദേശത്ത് നടക്കുന്നുണ്ട്. വിശേഷം സ്ത്രീകളുടെ മീതെയാണ് സംഭവിക്കുന്നത്. ഒരു സ്ത്രീയെ അവളുടെ ആത്മവിശ്വാസം കെടുത്താനായിട്ട് അവളുടെ അപ്പിയറൻസ് തകർത്ത് കളയാന്ന് പറയുന്ന ഒരു പുരാതന യുദ്ധ സ്ട്രാറ്റജി തന്നെയാണ് ഈ ആസിഡ് ആക്രമണങ്ങളുള്ളത്. ഇതിലൊക്കെ സംഭവിക്കുന്ന വല്ലാത്തൊരു ഐറണിയുണ്ട്. പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആളോട് കോടതി ചോദിക്കും, നീ എന്തിനത് ചെയ്തത്? അപ്പം 100ക്ക് ഒരു 99 പേരുടെയും ഉത്തരം ഇതാണ്, അത്രയും എനിക്ക് അവളോട് ഇഷ്ടമായിരുന്നു. ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ആസിഡ് ഒഴിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ചിരിച്ചു തള്ളേണ്ട കാര്യമല്ല. മനുഷ്യൻ്റെ ഭീതിയാണ്. ഇന്നലെ വരെ താൻ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതിയ, അതിന് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുമെന്ന് കരുതുന്നൊരു വ്യക്തി അകലുന്നൊരു കുഞ്ഞു ഭീതി പോലും മനുഷ്യൻ്റെ കൊച്ചു ജീവിതത്തെ വല്ലാതെ ബുദ്ധിമുട്ടിലാകുന്നു. ഒന്നിൻ്റെയും നീതീകരണമല്ല ഈ പറഞ്ഞു വരുന്നതെന്ന് നിങ്ങൾക്ക് പിടുത്തം കിട്ടും. വളരെ കുറച്ച് മാത്രം ഉള്ളൊരു കാര്യത്തിന് മീതെ മനുഷ്യർക്ക് എപ്പോഴും ഒരു ഭീതിയുണ്ട്. എനിക്കൊന്ന് ചരിത്രത്തിൽ ആദ്യത്തെ എൻസൈക്ലോപീഡിയ എന്ന് പറയുന്നത് പ്ലീനി ദി എൽഡർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കമ്പൈൽ ചെയ്തതാണ്. അദ്ദേഹം റോമൻ ഭരണകൂടത്തിലെ ഉത്തരവാദിത്വമൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AD 23 ഈ മനുഷ്യൻ്റെ ജന്മവർഷം. 37 ഹ്യൂജ് വോളിയൂംസ് ഈ മനുഷ്യൻ ചെയ്തിട്ടുണ്ട് ഓരോന്നിനെക്കുറിച്ചും. അതിൽ 35ാമത്തേത് ദി എർത്ത് എന്ന് പറഞ്ഞൊരു വോളിയമാണ്. അതിനകത്ത് അയാൾ ഒരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്.
പെട്ടെന്നൊരു ദിവസം ഈ റോമ ഭരണാധിപൻ്റെ മുമ്പിൽ, ഞാൻ വിചാരിക്കുന്നു ടൈബേർസ് എന്ന് പറയുന്ന പ്രഭുവിൻ്റെ മുമ്പിൽ ഒരു കൊല്ലപ്പണിക്കാരൻ താൻ കണ്ടെത്തിയൊരു ലോഹപാത്രമായിട്ട് വരികയാണ്. അതിങ്ങനെ വെട്ടിത്തിളങ്ങുന്നുണ്ട്, വളരെ ലൈറ്റ് വെയ്റ്റഡാണ്. ഇത് പ്രഭുവിൻ്റെ മുമ്പിൽ കാട്ടിയിട്ട് അയാൾ പറഞ്ഞു, ഇതെനിക്ക് ദൈവങ്ങൾ കാണിച്ചു തന്ന, ഇതിനു മുമ്പ് ഇങ്ങനൊരു ലോഹം ഉണ്ടായിട്ടില്ല, ഇത് മടിന്ന് ക്ലേന്ന് ഞാൻ ഉണ്ടാക്കിയതാണ്, കണ്ടെത്തിയാണ്. ഇനി ഇതായിരിക്കും ലോകത്തിൻ്റെ ഗതിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് അഭിനന്ദനങ്ങൾ ഈ സംഭവം അവസാനിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല ഭരണാധികാരി തീരുമാനിച്ചത്. കാരണം അനവധിയായ പടയോട്ടങ്ങളിലൂടെ ശേഖരിച്ച് വെച്ച അളവില്ലാത്ത സ്വർണവും വെള്ളിയും അയാളുടെ ഭണ്ഡാരത്തിലുണ്ടായിരുന്നു, ഖജനാവിലുണ്ടായിരുന്നു. ഈ പുതിയ ലോഹത്തിന് മീതെ മനുഷ്യരുടെ ശ്രദ്ധ വരുമ്പോൾ തൻ്റെ കൈവശം കരുതി വെച്ചവയ്ക്ക് മൂല്യം കുറയുമെന്നൊക്കെ ഭയന്ന ഈ മനുഷ്യൻ ഈ ഗോൾഡ് സ്മിത്താണ്, സ്വർണ്ണപ്പണിക്കാരനെ ഇങ്ങനെ കൊല്ലുന്നു എന്ന് പറഞ്ഞൊരു കുഞ്ഞ് സംഭവം പറയുന്നുണ്ട്. അത് അതിൽ തന്നെ റിയലായ ഒരു കഥയാണോ ഒരു മെറ്റഫറാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പിന്നീട് 1800 വരെ ഈ അലൂമിനിയം കണ്ടുപിടിച്ചിട്ടില്ല. അതിന് മീതെ അത്രയും ചർച്ച നടന്നിട്ടില്ല, അത്രയും പരീക്ഷണം നടന്നിട്ടില്ല. കാരണം വളരെ എക്സ്പെൻസീവായൊരു പ്രോസസ്സായിരുന്നു ഈ അലൂമിനിയത്തിൻ്റെത്. എന്നാൽ പിന്നീട് ശാസ്ത്രവിദ്യാർത്ഥികൾ നില നമുക്കറിയാം, വളരെയേറെ കോമണായൊരു എക്സ്പെരിമെൻ്റായിട്ടത് മാറുകയും അലൂമിനിയം ഏറ്റവും എളുപ്പത്തിൽ കിട്ടാവുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആവശ്യമില്ലാതെ, താല്പര്യമില്ലാതെയും ഈ അലൂമിനിയത്തിൻ്റെ സ്റ്റോർ തന്നെയാണ് മിക്കവാറും സ്നേഹത്തിൻ്റെ കഥയും. വളരെയേറെ ബുദ്ധിമുട്ടി മനുഷ്യൻ കണ്ടെത്തുന്നത് കൊണ്ട്, ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട്, വളരെ കുറച്ച് മാത്രം അവകാശമാക്കാനും കൈമാറ്റം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് മനുഷ്യന് ഭീതിയാണ്. ഇത് നഷ്ടമാകുമോ? ഇതിനാരെങ്കിലും പങ്കാളികളുണ്ടാകുമോ? അപ്പോൾ മനുഷ്യൻ്റെ ഭീതി എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒരു മോശം വാക്കിനും മീതെയല്ല, മറിച്ച് ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ട വാക്കിന് പുറത്താണ് സ്നേഹം. എല്ലാ ഭീതിയും അതാണ്. അധികാരം പോലും ഇങ്ങനെ മനുഷ്യർക്ക് സ്നേഹം പിടിച്ചു പറ്റാനുള്ള മാർഗമായിട്ട് തന്നെയാണ് കാലാകാലങ്ങളായിട്ട് കരുതിക്കൊണ്ടിരുന്നത്. ഹിറ്റ്ലറിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഈ മനുഷ്യനോടൊപ്പം ഇവ എന്ന് പറഞ്ഞൊരു സ്ത്രീ മരിക്കാൻ തയ്യാറായെങ്കിൽ അവരവരുടെ വളർത്തുനായെ കൂടെ ഇങ്ങനെ കൂട്ടിയെങ്കിൽ അയാളൊരു സ്നേഹശൂന്യായ മനുഷ്യനെ തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പേടിയാണ്. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് പ്രിയപ്പെട്ട പുസ്തകം, അത് സുവിശേഷം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. അതിനകത്ത് ഏറ്റവും സ്നേഹിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഇവളിൽ നിന്നാണ് അവിടെ 7 പിശാചുക്കളെ പുറത്താക്കിയത്. ഏറ്റവും കൂടുതൽ ഉച്ചാടനം ആവശ്യമുള്ള ഒരു തമ്പിൻ്റെ പേരാണ്, ഒരു ഹബ്ബിൻ്റെ പേരാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ പേടിച്ച് വിറച്ചിട്ടുള്ള ഡ്രാക്കുള ഇപ്പം ആവർത്തിച്ച് വായിക്കുമ്പോൾ നമുക്കൊരു ഫലിതമാണ്. നമ്മളതിനോർത്ത് പേടിക്കുകയോ ആ പേടിച്ച ദിവസങ്ങളെ ഫലിതമാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നിട്ടും ആ ക്യാരക്ടർ ഉണ്ടാക്കുന്നൊരു വ്യത്യാസം നമ്മുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. ഇയാൾ ഒരു കാലത്ത് ഇങ്ങനെ വളരെ കുടുംബമൊക്കെ ആയിട്ട് വളരെ ഡൊമസ്റ്റിക്കായിട്ട് ജീവിച്ച ഒരു പ്രഭുവായിരുന്നു. അയാൾ കുരിശുദ്ധത്തിന് പോവുകയാണ്. കുരിശുദ്ധത്തിന് പോകുന്ന ഈ മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു, ഇന്ന ദിവസം ഞാൻ വരും, വന്നില്ലെങ്കിൽ ഞാൻ മരിച്ചതായിട്ട് കണക്കാക്കിയാൽ മതി. ആ പറഞ്ഞ ദിവസം വന്നില്ല. അതിനിടയിൽ ഒരു കരക്കമ്പി ഉണ്ടായി, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഒന്നും അന്വേഷിച്ചറിയാനായിട്ട് പോലും നേരം കൊടുക്കാതെ ഈ സ്ത്രീ ഇങ്ങനെ കെട്ടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടി ആത്മഹത്യ ചെയ്തു. ഇയാൾ തിരിച്ചെത്തുമ്പോൾ ഈ ആത്മഹത്യ ചെയ്ത സ്ത്രീയുടെ മൃതശരീരത്തിന് അരികിലിരുന്ന് കൊണ്ട് നടക്കുന്ന വലിയ ചർച്ചയാണ്. പുരോഹിതരൊരുമിച്ച് കൂടി സംസാരിക്കുകയാണ്, ഇവളെന്ത് ബുദ്ധിയില്ലാത്തൊരു സ്ത്രീയാണ്. അയാൾ കുരിശുദ്ധത്തിൽ കൊല്ലപ്പെട്ടുണ്ടെങ്കിൽ അത് വീരസ്വർഗത്തിലേക്ക് അയാൾ പോയിട്ടുണ്ടാവും. ആത്മഹത്യ ഇങ്ങനെ പാപമാണ്. അങ്ങനെയെങ്കിൽ ഈ വീരസ്വർഗത്തിലുള്ള ഈ മനുഷ്യൻ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്ത സ്ത്രീയെ കാണാൻ പോകുന്നത്? കാരണം അതായിരുന്നു അവളുടെ അവസാനത്തെ വാക്ക്. ഇനി ഭൂമിയിൽ വെച്ച് എനിക്ക് അയാളെ കാണാൻ പറ്റിയില്ലെങ്കിൽ
പരലോകത്ത് വെച്ച് ഞങ്ങൾ കാണുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവർ ആത്മഹത്യ ചെയ്യുന്നത്. ഇതൊക്കെ ഈ മനുഷ്യൻ ഇന്ന് കേൾക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ തന്നോട് തന്നെ പറഞ്ഞു, ഈ മരിച്ചവരോട് പോലും കനിവ് കാണിക്കാത്ത നിങ്ങളുടെ സമ്പ്രദായങ്ങൾ. എന്നിട്ട് ഇവളുടെ കല്ലറുടെ മീതെ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ ഇങ്ങനെ പ്രതിജ്ഞ എടുക്കുകയാണ്, എത്ര ശക്തമായിട്ട് ഞാൻ സ്നേഹിച്ചോ അത്ര ശക്തമായിട്ട് ഞാൻ വെറുക്കാൻ പോവുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ കുട്ടിക്കാലത്തെ ഈ ഭയപ്പാടുണ്ടാക്കിയ ഡ്രാക്കുളയുടെ രണ്ടാം ജീവിതം. എത്ര സ്നേഹിച്ചോ അത്രയും ശക്തമായിട്ട് വെറുക്കാൻ പോവുകയാണ്. അപ്പോൾ ഉച്ചാടനം ആവശ്യമുള്ള, ക്ലാരിറ്റി ആവശ്യമുള്ള ഒരു കുഞ്ഞു പദത്തിന് മീതെയാണ് ഇപ്പോഴും നമ്മൾ തട്ടി വീഴുകയും ചോരപ്പൊടിയും ഒക്കെ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ നമ്മുടെ ചങ്ങാതിമാരെയൊക്കെ ഓർമ്മിച്ചെടുക്കുന്നത്. നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഘം കുട്ടികൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തുനിന്ന് വിളിച്ച് ഞങ്ങൾ വരുന്നൊരു വശത്തുനിന്ന് 10-30 കുട്ടികൾ ഒരുമിച്ചാണ് സ്കൂളിലെത്തുന്നത്. ചില ദിവസങ്ങളിൽ ഞങ്ങളിലൊരാൾക്ക് മുമ്പേ പോകേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾക്കിടയിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, ഈ നേരത്തെ പോകുന്ന ആൾ അയാൾ കാത്തു നിൽക്കുന്നിടത്തിൽ എന്തെങ്കിലും വെച്ചിട്ട് പോകണം. ഒരു വെള്ളക്കായോ ഒരു ഓലക്കീറോ ഒരു ചെമ്പരത്തിയോ എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം വെക്കണം. അതിൻ്റെ അർത്ഥം അയാൾ മുമ്പേ പോയെന്നുള്ളതാണ്. ഈ കുട്ടിക്കാലത്തെ കളിയാണ് ഇപ്പോൾ ഒരു 19 വയസ്സ് കഴിയുമ്പോൾ ഓർമ്മിച്ചെടുക്കുന്നത്. ഇത് കുറേ കാലത്ത് നമ്മൾ മറന്നുപോയൊരു കളിയാണ്, മറന്നുപോയൊരു സൂചനയാണ്. നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പുലരി എല്ലാത്തിനെയും ചിതറിക്കും, സായന്തനം എല്ലാത്തിനെയും ശേഖരിക്കും. നമുക്കറിയാം, പുലരിയിൽ ഇങ്ങനെ കിളികളൊക്കെ പറന്നു പോകുന്നു, സായന്തനം ഒരു 50s എത്തുമ്പോഴേക്കും അതെല്ലാം തിരിച്ചു വരികയാണ്. ഇപ്പോൾ കൂട്ടി കുറച്ച് കരിച്ചു കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയാവുന്നൊരു കുഞ്ഞു രൂപകം. ഇങ്ങനെ ഇത്തിരിയൊക്കെ നേരത്തെ പോകേണ്ടി വരും. ഈ നേരത്തെ പോകേണ്ടി വരുന്ന മനുഷ്യരെ എന്ത് വെച്ചിട്ടാണ് പോകുന്നത്? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ, ഏറ്റവും നിർമ്മലമായ ഓർമ്മകൾ വെച്ചിട്ട് പോകുന്ന ഒരാളുടെ പേരാണ് ഈ ചങ്ങാതി എന്ന് പറയുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട പാത്രമാണ്. ആ ഒരു വെസലിൻ്റെ പേരാണ് ഈ ചങ്ങാതി. അതെല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എന്ത് വെക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ മൂല്യത്തെ നിർണ്ണയിക്കുന്ന ഏക ഘടകം. നിങ്ങൾ എന്ത് വെച്ചിട്ട് പോകുന്നു, ആരിൽ വെച്ചിട്ട് പോകുന്നു. ഒരു ശരിയായ രാഷ്ട്രീയ ബോധം പോലും എന്താണ്? അതിങ്ങനെ കാര്യമായിട്ട് ചങ്ങാതികളില്ലാത്ത മനുഷ്യരിൽ ചങ്ങാത്തം വെച്ചിട്ട് പോകുക എന്നുള്ളതാണ്. മറ്റെന്താണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ ദിശയെ നിർണ്ണയിക്കുന്നത്? മതത്തെക്കുറിച്ചുമൊക്കെയുള്ള ആദ്യസങ്കല്പങ്ങൾ അങ്ങനെയായിരുന്നു, ഫ്രണ്ട് ഓഫ് ദ ഫ്രണ്ട്ലെസ്. ചങ്ങാതി ഇല്ലാത്തവരിൽ ചങ്ങാത്തം കൊടുക്കുക എന്ന് പറഞ്ഞൊരു ഘടകമായിരുന്നു. അപ്പോൾ ഒരേ ഒരു കുഞ്ഞ് കാര്യമൊന്ന് സൂചിപ്പിച്ച് ഏകാഗ്രമാക്കിയിട്ട് ഈ കൊച്ചു വർത്താനങ്ങളൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് എനിക്ക് തന്നിട്ടുള്ള സമയത്തേക്കാൾ നേരത്തെ അവസാനിപ്പിക്കാൻ കരുതുക. നമ്മൾ എന്തിൽ ആരിൽ വെച്ചിട്ട് പോകുന്നു? വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത് എങ്ങനെയാണ്? ഞാൻ വിചാരിക്കുന്നില്ല ഇങ്ങനെ പുസ്തകങ്ങൾ എഴുതിയത് കൊണ്ട് മാത്രമാണെന്ന്. പൊതുവെ നമ്മുടെ കാലത്ത് പറയുന്നൊരു തർക്കം അതാണ്, നിങ്ങൾ അയാൾ എഴുതിയതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുക, അയാളുടെ ജീവിതവുമായിട്ട് അതിനെ കൂട്ടി വായിക്കാതിരിക്കുക. മറ്റു പലതിനകത്തും വേണമെങ്കിൽ നിങ്ങൾക്കതിനിങ്ങനെ ബൈഫക്കറ്റ് ചെയ്യാം. പക്ഷെ എഴുത്തിൽ അതിനുള്ള അവകാശം നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കുറേ കാലം മുമ്പ് എന്നെ കാണാൻ വേണ്ടി വന്ന ഒരു മനുഷ്യൻ പറഞ്ഞത് കണക്കാണ്, എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ ഈ റിസർവ് ബാങ്കിൽ നോട്ട് അടിക്കുന്ന കണക്ക് എഴുതണം. അതതിൻ്റെ അർത്ഥം ഒരു നോട്ട് ഈ കമ്മട്ടത്തിലോട്ട് പോകുമ്പോഴേക്കും അതിന് തുല്യമായ പൊന്ന് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എളുപ്പമല്ല ഈ എഴുത്ത് ജീവിതവും വ്യക്തി ജീവിതവും തമ്മിലുള്ള ഒരു ബൈഫക്കേഷൻ. അപ്പോൾ ബഷീറൊക്കെ നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത് അയാളുടെ എഴുത്ത് ജീവിതം കൊണ്ട് മാത്രമല്ല, ഈ പറഞ്ഞ വ്യക്തി ജീവിതം കൊണ്ടാണ്. ഇങ്ങനെ സ്നേഹം കൊണ്ട് ഇങ്ങനെ ഉന്മാദത്തോളം എത്തിയൊരു മനുഷ്യനൊക്കെ നിലയിലാണ് നമ്മളയാൾ വായിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ എന്തിനാണ് ഈ 2 പ്രാവശ്യം തടവറയിലായിരുന്നു, ഈ 2 പ്രാവശ്യം തടവറയിലാകുമ്പോൾ ഈ മനുഷ്യൻ എന്തിനാണ് ഈ വളപ്പിൽ പൂക്കൾ നട്ടുവളിച്ചത്? ജയിൽ വളപ്പിൽ പൂക്കൾ നട്ടു വളർത്താൻ വേണ്ടി അതിങ്ങനെ ബന്ധുവീടൊന്നുമല്ല. പക്ഷെ എത്ര ചെറിയ കാലമാണെങ്കിലും
എത്ര അഡ്വേഴ്സായിട്ടുള്ള പരിസരത്തിലാകുമ്പോഴും നിങ്ങൾ എന്ത് വെച്ചിട്ട് പോകുന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അവനവനെ തന്നെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അവരുടെ ആശ്രമത്തിൽ ഗസ്റ്റ് റൂംസ് ഉണ്ട്. അതിഥികൾക്ക് ഇങ്ങനെ രാപ്പാർക്കാനായിട്ട് അങ്ങനെ കുറച്ച് മുറികൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നൊരു പോസ്റ്റർ ഇങ്ങനെയാണ്: നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഭംഗിയുള്ളൊരു മുറി വിട്ടിട്ട് പോകണം. എല്ലാത്തിനകത്തും അതങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിയമസഭ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമായിട്ട് വളരെ ബന്ധമുള്ള ഒരിടമാണ്. നമുക്ക് വേണ്ടി ചില മനുഷ്യർ ഇവിടെ ഇരുന്ന് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് കാലാകാലങ്ങളായിട്ട് നമ്മുടെ ദേശത്ത് അനുഭവിച്ചു കൊടുത്തിരിക്കുന്ന ഒരു 5 വർഷമാണ്. ഈ 5 വർഷം ഇങ്ങനെ ഏതൊരു കാലഘട്ടം എടുത്തു നോക്കുമ്പോഴും ചെറിയ കാലം തന്നെയാണ്. എന്നാൽ പോലും ആ 5 വർഷം ഇങ്ങനെ ചുറ്റിനുമുള്ള ഈ വിളിമ്പിലുള്ള മനുഷ്യരിലോട്ട് നിങ്ങൾ എന്തുമാത്രം എത്തി എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ ഒരു അർപ്പിത കാലത്തിൻ്റെ ഏറ്റവും നല്ല അറ്റസ്റ്റേഷൻ. നമ്മൾ എന്ത് വെച്ചിട്ട് പോകുന്നുള്ളതാണ്. ഈ മെമ്മറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ മെമ്മറി എന്ന് പറഞ്ഞൊരു സംഭവം സൃഷ്ടിക്കപ്പെടുന്നതാണ്. വി ക്രിയേറ്റ് മെമ്മറി. പലരും വിചാരിക്കുന്നത് ഇങ്ങനെ ഓർഗാനിക്കായിട്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ നമ്മുടെ ഡിഫോൾട്ട് സിസ്റ്റത്തിൽ നമ്മൾ കൈമാറുന്ന ഒന്നാണ് ഈ മെമ്മറി എന്നുള്ളത്. മെമ്മറി മനുഷ്യൻ തൻ്റെ പോയട്രി കൊണ്ടും റിഫ്ലക്ഷൻ കൊണ്ട് രൂപപ്പെടുന്ന ഒന്നാണ്. ഈ സന്ധ്യ എങ്ങനെയാണ് മെമ്മറി ആയിട്ട് മാറുന്നത്? ഒരുപക്ഷെ തിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾ കൂടെ വന്ന കൂട്ടുകാരനുമായിട്ട് വഴിയിൽ നിന്നൊരു കാപ്പി വാങ്ങിക്കൊടുക്കുമ്പോഴാണ് ഇതൊരു മെമ്മറിയുള്ള സന്ധ്യയായിട്ട് മാറുന്നത്. കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യമാണ്. ഈ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ജീവിതത്തിൻ്റെ ഇൻസ്റ്റലേഷനൊക്കെ നടക്കുന്നത്. ഇപ്പം ഞാൻ പള്ളിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ 12,000 വർഷം മുമ്പ് ഒരാളിങ്ങനെ മടങ്ങിപ്പോകുന്നതിൻ്റെ തലേരാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണെന്ന് പറഞ്ഞാൽ അപ്പം വെച്ചിട്ട് പോയി. ആ അപ്പം അന്നവിടെ ഇരുന്ന് വേണേൽ വിചാരിക്കാം, വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇരുന്നിട്ടുണ്ടാവും. പക്ഷേ ഒരു ഉയർപ്പിൻ്റെ ഒരു ഞായറുണ്ട്. അന്ന് തൊട്ട് ഈ 2025 ജനുവരിയിലെ ഒരു 8-ാം തീയതി വരെ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെമ്മറി ഉണ്ട്. അതിനേക്കാൾ ഇങ്ങനെ ചിട്ടയായിട്ട് നൈരന്തര്യമുള്ള ഈ ഇഴമുറിയാത്ത എന്ത് മെമ്മറിയെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവും. അപ്പം അത് സൃഷ്ടിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും പോയറ്റിക്കായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്പിരിച്വൽ ഇൻസ്റ്റലേഷനാണ് ഈ അപ്പം എടുത്തിട്ട് പറയുന്നത്, ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുക. എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ഒരു പബ്ലിക് സർവൻ്റ് ആയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ ADP ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. അതിപ്പോൾ ഇല്ല. ഒരു 2 വർഷം മുമ്പത്തെ ഫെബ്രുവരിയിൽ അദ്ദേഹം കടന്നുപോയി. ഏതാനും ദിവസങ്ങളിലൂടെയൊക്കെ ഉള്ളൊരു ദിവസം ഹോസ്പിറ്റലാണ്. അദ്ദേഹത്തെ കാണാനായിട്ട് ഞാനും എൻ്റെ ഒരു സ്നേഹിതനും ചെന്നു. ഞങ്ങൾ കുറച്ച് നേരം മിണ്ടി. അത് കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോഴേക്കും പുള്ളി ഞങ്ങളെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ന നിലയിൽ ഒരു ക്യാൻറ്റീനുണ്ട്, ഹോസ്പിറ്റൽ ക്യാൻറ്റീനുണ്ട്. അവിടെ സാമാന്യം നല്ല ഊണ് കിട്ടും, കഴിച്ചിട്ട് പോകണം. ഈ പറഞ്ഞ ആൾ പിന്നീടുണ്ടാകുന്നത് 24/12 2.5 ദിവസം മാത്രമാണ്. അത് ഡോക്ടർമാർക്ക് നമുക്കും പിടുത്തം കിട്ടുന്നതിനേക്കാൾ കൂടുതലായിട്ട് വ്യക്തമായ ധാരണയുള്ള ഒരു മനുഷ്യനാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നിമിഷങ്ങളെ മെമ്മറി ആക്കുക. ഈ താവൂസിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരാളെ കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലോർമ്മിക്കണം, ഇനി നിങ്ങൾ അയാളെ ഒരിക്കലും കാണാൻ പോകുന്നില്ല. അപ്പോൾ ഒരിക്കലും കാണാൻ സാധ്യമില്ലാത്ത ഒരാൾ, അയാൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കാം. അപ്പോൾ ഏറ്റവും നല്ല ഓർമ്മ നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോകുന്ന ഏറ്റവും വിശിഷ്ടമായ പാത്രത്തിൻ്റെ പേരാണ് സ്നേഹിതൻ. അയാൾ നമ്മൾ എന്തുമാത്രം സ്നേഹിച്ചെന്നോ, അയാൾ നമുക്ക് വേണ്ടി എന്തോ അലഞ്ഞെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. മറ്റുള്ള ജീവിതങ്ങൾക്ക് വേണ്ടി തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി നിങ്ങളെ ആരാ ഏൽപ്പിച്ചിട്ടുള്ളത്? നിങ്ങൾ അയാളിൽ എന്തുമാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? അയാൾ ഓരോരോ ഘട്ടങ്ങളിൽ നിങ്ങൾ അയാളോടൊപ്പം എന്തുമാത്രം കൂടെ നിന്നിട്ടുണ്ട്? പുസ്തകത്തിൻ്റെയൊക്കെ ഒരു സംസ്കാരത്തിൽ നിന്നാണ് ഈ ഒരു സന്ധ്യയൊക്കെ ഭാവന ചെയ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ചരിത്രത്തിലെ 2 കൂട്ടുകാരെ കൂടി പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്കിത് ഈ കാര്യങ്ങൾ ഈ പരസ്പരാലിംഗനത്തിൽ അവസാനിപ്പിക്കാമെന്നാണ് കരുതുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കാം. പക്ഷെ അവരെയൊക്കെ ഓർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ
ചില ഏകാഗ്രതയെ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതിങ്ങനെ കാഫ്കയുടെ കൂട്ടുകാരനാണ്. കാഫ്കയുടെ കൂട്ടുകാരൻ്റെ പേര് മാക്സ് ബ്രോഡ് എന്നാണ്. കാഫ്കയ്ക്ക് അയാളിൽ തന്നെ ഒരു ആത്മവിശ്വാസവും ഇല്ല. താൻ എഴുതുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഏകാഗ്രതയില്ലാത്തതാണെന്നും കാമ്പില്ലാത്തതാണെന്നുള്ളൊരു ധാരണയിൽ ഇങ്ങനെ വല്ലാതെ പെട്ടുപോയൊരു മനുഷ്യനാണ്. പക്ഷെ എഴുതുന്നതൊക്കെ ഇങ്ങനെ പെർഫെക്റ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പന് കത്തെഴുതുന്നുണ്ട് കാഫ്കെ. ആ അപ്പൻ എഴുതിയ കത്ത് പോലും ഇങ്ങനെ 45 ഷീറ്റാണ്, ടൈപ്ഡ് ഷീറ്റാണ്. പിന്നെ 2 ഷീറ്റ് അയാൾ പിന്നെ എഴുതി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീടിനകത്ത് അപ്പനും മകനും ഇടയിൽ കൈമാറുന്നൊരു കത്ത് പോലും ഇങ്ങനെ കുറ്റമറ്റതാവണമെന്നും ആഴമുള്ളതാണെന്നും അഗാധമാവണമെന്നും ഒക്കെ അയാൾക്ക് ആഗ്രഹമുണ്ട്. ഈ ഒരു പ്രിയോക്യുപ്പേഷൻ ഉള്ളതുകൊണ്ട്, ഈ ഒരു ബെഞ്ച് മാർക്ക് ഉള്ളതുകൊണ്ട് അയാളുടെ മീതെ മതിപ്പില്ല. എഴുതുന്നതൊക്കെ ഇങ്ങനെ ട്രാഷാണെന്നൊക്കെയാണ് അയാളുടെ ഭാഷയിൽ പറയുന്നത്. അപ്പോഴാണ് അയാൾക്ക് അക്കാലത്ത് തന്നെ പ്രശസ്തനായൊരു കൂട്ടുകാരനെ കിട്ടുന്നത്, മാക്സ് ബ്രോഡ്. ഈ മാക്സ് ബ്രോഡിനാണ് ഈ മനുഷ്യൻ തൻ്റെ അപ്രകാശിത മാനുസ്ക്രിപ്റ്റുകളൊക്കെ കൈമാറുന്നത്. എന്നിട്ട് അയാളോട് ഈ മനുഷ്യനൊരു വാക്ക് ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം കത്തിച്ച് കളയണം. ഇതായിരുന്നു ഈ സാമാന്യം ചെറിയ പ്രായത്തിൽ, ഇളം പ്രായത്തിൽ പോയ ആ മനുഷ്യൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹം. എന്നിട്ടോ മാക്സ് അത് ചെയ്യുന്നില്ല. കാരണം ഈ മനുഷ്യൻ അറിയപ്പെടേണ്ടത് ഇയാൾ വെച്ചിട്ട് പോയ ഈ അപ്രകാശിത എഴുത്തുകുത്തുകളിലൂടെയാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വെട്ടം അയാൾക്കുണ്ടായിരുന്നു. അയാൾ അതിനു മീതെ അടയിരുന്നു, അത് പഠിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ചരിത്രം മാറുന്നത്. ഇയാൾ ബേസിക്കലി ബൊഹീമിയനാണ് ഈ മനുഷ്യൻ. അവിടെ നിന്നൊക്കെ ഇവർക്ക് ഇങ്ങനെ ഓടിപ്പോകേണ്ടതായിട്ട്, ബൊഹീമിയൻ്റെ നമ്മൾ പറയുന്ന അർത്ഥത്തിലല്ല, സംബഡി ഫ്രം ബൊഹീമിയ, ചെക്കിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ളൊരിടം. അങ്ങനെ ഈ ജ്യൂസിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ മനുഷ്യൻ്റെ എ സോർട്ട് ഓഫ് ഡയസ്പോറ ആരംഭിക്കുമ്പോൾ ഇയാളുടെ കൈവശം ഇയാൾ കരുതിയ അമൂല്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഏക വസ്തു ഈ കാഫ്കയുടെ കുറിപ്പുകളാണ്, ഡയറികളാണ്. ആ ഡയറി എഴുത്ത് തന്നെ ആരംഭിക്കുന്നത് ഇയാൾ ആവശ്യപ്പെട്ടിട്ടാണ്. നിൻ്റെ തലയിൽ കൂടി പോകുന്ന കാര്യങ്ങൾ നാളെ നിനക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ എഴുതിയിട്ട് മാത്രമേ കിടക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ജേർണൽ കിട്ടുന്നത്. കാഫ്കയാണ് ഈ മനുഷ്യനാണ്, മാക്സ് ബ്രോഡാണ് പിന്നീട് കാസിൽ പബ്ലിഷ് ചെയ്യുന്നത്, ട്രയൽ, അമേരിക്ക, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്ലാസിക് വർക്കായിട്ടുള്ള അപ്പനുള്ള കത്ത്. എല്ലാ മുതിർന്ന മനുഷ്യരും, എല്ലാ പാരൻറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യരും ആ കത്ത് വായിക്കണം. ഒരു വീടിനകത്ത് അതിൻ്റെ ഒരു പാട്രിയാർക്കൽ സമ്പ്രദായത്തിൽ, അതിൻ്റെ ഒരു അധികാര ശ്രേണികളിൽ മനുഷ്യൻ എന്തുമാത്രം ഞെരിഞ്ഞവരെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു വിൽപ്പത്രം, അത് കൃത്യമായ ആധാരമായൊരു ചരിത്രം. അത് നല്ല ചങ്ങാതിമാരെ വെറുതെ ഈ രാത്രിയിൽ ഓർമ്മിക്കാം. മറ്റൊരു നല്ല ചങ്ങാതിയെ കൂടി പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. അത് വെറുതെ തിയോ എന്ന് പറഞ്ഞൊരാളാണ്, വാൻ ഗോഗ് എന്ന് പറയുന്ന ഒരു ചിത്രകാരൻ. ഇങ്ങനെ ജീവിതത്തിനും ഭ്രാന്തിനും ഇടയിൽ ഇങ്ങനെ വരമ്പില്ലാതെ ജീവിച്ചൊരു മനുഷ്യനാണ്. എല്ലാവർക്കും പ്രതീക്ഷയില്ല. അയാളുടെ മീതെ പ്രതീക്ഷയുള്ളൊരു മനുഷ്യൻ്റെ പേര് തിയോ എന്ന് പറഞ്ഞ അയാളുടെ സഹോദരൻ മാത്രമാണ്. അയാൾ കഠിനാധ്വാനം ചെയ്യുന്നത് പോലും ഇയാൾക്ക് വേണ്ടി ഈസ്റ്റർ വാങ്ങാൻ, ഇയാൾക്ക് വേണ്ടിയുള്ള പെയിൻറ്റിങ് വാങ്ങാൻ വേണ്ടിയാണ്. എന്നിട്ട് നിരന്തരമായിട്ട് ഈ ചേട്ടനും അനുജനും തമ്മിൽ കത്തെഴുതിയിട്ടുണ്ട്. നമ്മുടെ ഭാഷയിലുമൊക്കെ എനിക്ക് തോന്നുന്നു ഗുരുനിത്യയാണ് ഒരുപക്ഷെ നമ്മുടെ ഭാഷയിൽ ആദ്യമായിട്ട് ഈ തിയോയുടെ കത്തുകളൊക്കെ പരിചയപ്പെടുത്തുന്നത്. വലിയ വായനയുടെ ചക്രവള്ളമുള്ളൊരു ആചാര്യൻ്റെ പേരാണല്ലോ ഗുരുനിത്യ. അപ്പോൾ ഈ മനുഷ്യൻ, ഈ തിയോ എന്ന് പറഞ്ഞൊരൊറ്റ മനുഷ്യൻ മാത്രമാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ സർഗജീവിതമുള്ളവരെ കണക്കും ഈ മനുഷ്യൻ പെസിമിസ്റ്റാണ്. അവസാനത്തോളം ഇങ്ങനെ നിരാശ പുലർത്തിയൊരു മനുഷ്യൻ്റെ പേരാണ് ഈ പറഞ്ഞ വാൻ ഗോഗ് എന്ന് പറയുന്ന ആളെ. അയാളുടെ അവസാനത്തെ വാക്ക് പോലും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇയാളിങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ടിങ്ങനെ ശ്രമിച്ചു. ഒരു 3 ദിവസം കൂടി ജീവിതം മുമ്പോട്ട് പോയി. അനുജൻ ഇങ്ങനെ അടുക്കലേക്ക് ഇങ്ങനെ പ്രാണൻ പിടിച്ചുകൊണ്ട് ഓടിയെത്തുമ്പോഴേക്കും അയാൾ അനുജനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ദുഃഖം നിലനിൽക്കുന്നു, ദുഃഖം നിലനിൽക്കുന്നു. ബാക്കിയുള്ളതൊക്കെ കടന്നു പോകും. അതങ്ങനെ തന്നെയാണ്.
ദ എൻഡ് ഓഫ് ദി ഡേ ജീവിതം പിഴിയുമ്പോഴേക്കും ശേഷിക്കുന്ന ദുഃഖം മാത്രമാണ്. ഏതിനകത്തും നമുക്ക് വളരെയേറെ ആദരവും ഒക്കെ ഉള്ള ഇങ്ങനെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മനുഷ്യക്കൂട്ടത്തിലുണ്ട്, കലാകാരന്മാരുണ്ട്, ദുഷ്ടക്കണക്കുള്ള യാത്രികരുണ്ട്. ദ എൻഡ് ഓഫ് ദി ഡേ ദുഃഖം മാത്രമാണ്. ഈ മനുഷ്യന് ദുഃഖമാണ്. ഇങ്ങനെ ഒടുവിലത്തെ നീക്കിയിരിപ്പെന്ന് പിടുത്തം കിട്ടിയ മനുഷ്യരെ ചിലർക്ക് കൂട്ടുപോകുന്ന രീതിയുടെ പേരാണ് സൗഹൃദം. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് പറയാറുണ്ടല്ലോ, ഇങ്ങനെ ഒരാളുടെ ചങ്ങാതി തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മുഹൂർത്തം അയാളിങ്ങനെ എന്തുമാത്രം വൾണറബിളായൊരു പൊസിഷനിൽ പെടുന്നു എന്നുള്ളതാണ്, എന്തുമാത്രം അപമാനത്തിൽ പെടുന്നുള്ളതെന്നാണ്. ദിവസത്തിലെ ഒരു കുഞ്ഞു കാര്യം ഞാൻ പല കാലങ്ങളിൽ പലതായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനെ മനുഷ്യൻ്റെ എല്ലാത്തരം മനുഷ്യരെയും വിധിച്ചുകൊണ്ട് ഒരു ശബ്ദം മുഴങ്ങുമ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ പുറത്തായിട്ടുണ്ട്. അതിങ്ങനെയാണ്: എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നീ എന്ത് ചെയ്തു? മതപരമായ ഒന്നുമില്ല ഇതിനകത്ത്, ഒരു സൂചനയില്ല. അതേ മനുഷ്യനോട് എന്ത് ചെയ്യുന്നുള്ളത് മാത്രമാണ്. ഈ വാൻ ഗോഗ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്: ദ ബെസ്റ്റ് ഫോം ഓഫ് ആർട്ട് ഈസ് ടു ലവ് പീപ്പിൾ. ഈ മനുഷ്യരെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ ആർട്ടില്ല. അല്ലെങ്കിൽ എന്തിനാ ആർട്ട്? അതിൻ്റെ അർത്ഥം ഇങ്ങനെ നിങ്ങൾ നന്മയുടെ വർത്തമാനങ്ങൾ മാത്രം പറയണമെന്ന് അർത്ഥമൊന്നുമല്ല കേട്ടോ. ഈ നമ്മൾ ഈ പറയുന്ന സൗത്ത് അമേരിക്കൻ പടങ്ങൾ കണക്കൊക്കെയാണ്. ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ ഭയങ്കര വയലൻസാണ്, ഭയങ്കര അനാർക്കിയാണ്. പക്ഷെ എന്നാലും അത് പിഴിയുമ്പോൾ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചം വരും. എല്ലാം മനുഷ്യന് വെട്ടം കൊടുക്കാൻ വേണ്ടിയാണ്. എല്ലാം ഇങ്ങനെ സാരോപദേശ കഥകളാണെന്നൊക്കെ അല്ലെങ്കിൽ ഉള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. സാരോപദേശ കഥകളെടുക്കാൻ പറ്റുന്ന വിധത്തിൽ, ടോൾസ്റ്റോയ് കഥകളെടുക്കാൻ പറ്റുന്ന വിധത്തിൽ ലളിതമല്ല മനുഷ്യജീവിതം. മനുഷ്യജീവിതം ഈ ഡോസ്റ്റോവസ്കിക്ക് വേണ്ടിയാണ്, സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ രുചിരേഖകളിൽ സഞ്ചരിക്കുക, നേരായി ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത് എളുപ്പമല്ല. പക്ഷെ പിഴിയുമ്പോൾ കിട്ടുന്നത് വെളിച്ചമാണ്. അപ്പോൾ ഈ തിയോ എന്ന് പറഞ്ഞ അനുജനെ കൂടി വെറുതെ ഓർത്താന്നല്ലാണ്. അയാളുടെ കത്തുകളൊക്കെ ജ്യേഷ്ഠൻ ആ കത്തുകളൊന്നും സൂക്ഷിച്ചു വച്ചിട്ടില്ല. പക്ഷെ അനുജൻ അക്കാലത്തിൽ ആരാലും ആദരിക്കപ്പെടാതെ പോയാൽ, ഒരാളാലും പരിഗണിക്കപ്പെടാതെ പോയാൽ, ഇങ്ങനെ കാമുകിമാരാൽ പരിഹസിക്കപ്പെട്ട ജ്യേഷ്ഠൻ എഴുതുന്ന കത്തുകളൊക്കെ ഇങ്ങനെ പൊന്നുപോലെ എടുത്ത് വെക്കുകയാണ്. അതിങ്ങനെ ലോകത്തെ മറ്റൊരു ക്ലാസിക് വർക്കായിട്ട് മാറുകയാണ്. തിയോ വാൻ ഗോഗ്, തിയോക്ക് എഴുതിയ കത്തുകൾ ഒരു 3 ഫിലിമെങ്കിലും എൻ്റെ അറിവിൽ ആ കത്തുകളെ ആധാരമാക്കിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ലസ്റ്റ് ഫോർ ലൈഫ്, ഐ ആം തിയോ ഒക്കെ. ഇങ്ങനെ പോസ്റ്റ്മസ് എന്ന് പറയുന്ന കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ഒരു പരിഗണനയും സ്നേഹവും ശ്രദ്ധയും കിട്ടാതെ പോയ ചില മനുഷ്യർ മറ്റുള്ളവരുടെ ഓർമ്മകളിൽ എന്തുമാത്രം ഈ തളർപ്പുള്ള മനുഷ്യരായിട്ട് ഒറ്റമര പൂമരമൊക്കെ ആയിട്ട് നിന്നതിൻ്റെ കഥകളായി പറയുന്നതൊക്കെ. അപ്പോൾ ആ ഒരു പോസ്റ്റ്മസ് എന്ന് പറയുന്ന മരണാനന്തരം എന്ന് പറയുന്ന ആ കുറേ അധികം ഓർമ്മകളിപ്പോൾ വരുമ്പോൾ ഒരു കുഞ്ഞ് പുസ്തകം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. അതിങ്ങനെ അംബേദ്കർ എഴുതി വെച്ച കുറിപ്പാണ്. 6 സെഗ്മെൻറ്റ്സേ ഉള്ളൂ, വളരെ ചെറുതാണ്. എന്തുകൊണ്ടോ ജീവിച്ചിരുന്ന കാലത്ത് അയാളത് പബ്ലിഷ് ചെയ്യാനായിട്ട് താല്പര്യപ്പെട്ടില്ല. പിന്നീട് വളരെ റീസെൻ്റ്ലി ആയിട്ടാണ് വെച്ചാൽ നമ്മുടെ ഈ ഒരു ദശകങ്ങളിൽ അല്ലെങ്കിൽ തൊട്ടുമ്പത്തുള്ള ദശകത്തിലൊക്കെയാണ് അത് വരുന്നത്. അങ്ങനെ ഒരു തരത്തിലും ഭേദപ്പെടാത്ത ഇന്ത്യൻ മാനസിക ഘടനയുടെ ശേഷിപ്പാണ്. അതൊരു തരത്തിലും ഭേദപ്പെട്ടിട്ടില്ല. ഈ ജാതി എന്ന് പറയുന്നത് അടുത്ത കാലത്ത് ഒരു എഴുത്തുകാർ പറയുന്ന കണക്ക് ജാതി ഡയബറ്റീസ് കണക്കാണ്. അത് വന്നാൽ പോകത്തില്ല. പിന്നെ നിങ്ങൾക്ക് പരമാവധി അതിനെ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകാൻ പറ്റുന്നൊരു ബുദ്ധി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്രയും ഇന്ത്യൻ കളക്റ്റീവ് സൈക്കിൾ കിടക്കുന്നൊരു സംഭവം ജാതി എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും കൃത്യമായി ഇരയെന്ന നിലയിൽ ഇയാൾ 6 ഇൻസിഡൻസ് എഴുതുന്നുണ്ട്. ഒന്നിങ്ങനെ 9 വയസ്സിലെ കുട്ടികൾക്ക് ഇങ്ങനെ ഓർക്കാന്ന് പിടിക്കുന്നത്. അയാളുടെ ബുദ്ധിക്ക് വലിയ കപ്പം കൊടുക്കേണ്ടിട്ട് വരുന്നു.
ഇയാൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇയാളുടെ പ്രധാന അധ്യാപകൻ പറഞ്ഞു, നിനക്ക് വെള്ളം വേണ്ടി വരുമ്പോൾ നീ പ്യൂണെ വിളിച്ചാൽ മാത്രം മതി, വെള്ളം അയാൾ കൊണ്ടുവരും. അത് വളരെ സൗകര്യമാണെന്നേ മിക്കവാറും കുട്ടികൾ കരുതത്തുള്ളൂ. പക്ഷേ ഇയാൾക്കത് പിടുത്തം കിട്ടുന്നുണ്ട്. അതിങ്ങനെ വിദ്യാലയത്തിൽ കിണറെ തൊടാതിരിക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഒന്നാമത്തെ ഓർമ്മ. രണ്ടാമത്തെ ഓർമ്മ ബറോഡയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴാണ്. ഒരിടത്തും അയാൾക്കിങ്ങനെ അയാളുടെ മധ്യപ്പെട്ട് ഒരിടത്തും അയാൾക്ക് വേണ്ടി സത്രങ്ങളില്ല. അപ്പം അതുകൊണ്ട് അയാളൊരു കള്ളം ചെയ്യുക ജീവിതത്തിന് ആദ്യം അവസാനമായിട്ട്. അല്ലെങ്കിൽ സ്വയം പാഴ്സിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കമ്മ്യൂണിറ്റി നടത്തുന്ന ഒരു ഇടത്ത് ചെല്ലുന്നു. അത് വൈകാതെ തിരിച്ചറിയുന്നു. അവിടെ വെച്ച് ഈ മനുഷ്യനെ കായികമായിട്ട് അവർ നേരിടുന്നു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, സ്വന്തം മതത്തിലെ ഇത്തരം ഈ ശ്രേണികൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേറെ ഒരു മതത്തിൽ സ്നേഹമില്ല, മറ്റു മതക്കാർക്കും താല്പര്യമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ക്രിസ്ത്യൻ കൺവേർഷനോട്ട് വന്ന മനുഷ്യർ മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരിടത്തുനിന്നും പരിഗണനയില്ല. പിന്നെ മൂന്നാമത്തത്, ഇയാളിങ്ങനെ ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഒരാളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ അവിടുത്തെ കുതിരവണ്ടിക്കാർ വരുന്നില്ല ഇയാളുടെ കൂടെ, അവരെല്ലാം മാറുകയാണ്. അപ്പോൾ അയാളുടെ ഒരു വംശത്തിലോ ഗോത്രത്തിലോ പെട്ടവർക്ക് അത് വളരെ ഒഫൻസീവായിട്ട് തോന്നിയതുകൊണ്ട് അവരൊരു കുതിരവണ്ടി വാടക എടുത്തിട്ട് ഈ മനുഷ്യനെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അത് അവരുടെ തൊഴിലില്ലാത്തത് കൊണ്ടും പരിചയമില്ലാത്തത് കൊണ്ടും ഒരു ചെറിയ കലിങ്ങിലൂടെ വരുമ്പോൾ ഈ കുതിരയും കുതിരക്കാരനും ഒക്കെ വെള്ളത്തിലേക്ക് വീഴുകയും ഈ മനുഷ്യൻ കലുങ്കെ വീണ അയാളുടെ അപമാനത്തിന് മീതെ പിന്നെയും മുടന്നുണ്ടാകുന്നു. അയാൾക്ക് മുടന്നിടക്കാൻ പിന്നെയും കാരണമുണ്ടാകും. പിന്നെ അയാളുടെ കാലം അനുഭവിച്ചൊരു 3 വേദനകളാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും ദീർഘമായിട്ട് പറയാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. വാസ്തവത്തിൽ അയാൾ അതിനകത്ത് ഇട്ടിരിക്കുന്ന ശീർഷകമുണ്ട്. അതിങ്ങനെയാണ്, വെയിറ്റിംഗ് ഫോർ ദ വിസ. വിസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ ദേശത്തിൻ്റെ ഭരണഘടന ഇങ്ങനെ ഇത്രയും ക്ലാരിറ്റിയോടെ എഴുതിയ, ഇപ്പോഴും തർക്കം വരുമ്പോൾ അടുത്ത ദിവസം ഒരു പെൺകുട്ടി പോലും പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ധനത്തിൽ മതിപ്പ് പറയാം, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണഘടനയുണ്ട്. ഈ നാട്ടിൽ ഇങ്ങനെ കുറച്ച് കാലമായിട്ട് സഭ്യമല്ലാതെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പെൺകുട്ടി വാൺ ചെയ്യുന്ന അങ്ങനെയാണ്. അപ്പം അത്രയും ഇപ്പോൾ പോലും നമ്മൾ ആശ്രയിക്കുന്ന ഈ ഭരണഘടന എഴുതിയ മനുഷ്യൻ തൻ്റെ ഒരു ഓട്ടോ സ്ക്രിപ്റ്റ്, തൻ്റെ ഒരു ആത്മരേഖ എഴുതുമ്പോൾ എന്തിനായിരിക്കണം ഈ വാക്കിട്ടത്, വെയിറ്റിംഗ് ഫോർ ദ വിസ? ഞാൻ വിചാരിക്കുന്നു ഇത് നരനായ ഈ പെരുവഴമ്പലത്തിൽ പെട്ടുപോയ എല്ലാ മനുഷ്യരെയും തലവരെയാണ്. എല്ലാ മനുഷ്യരെയും പേടിയാണ്. തങ്ങൾ ഉറ്റവരുടെ തുരുത്ത്, തങ്ങൾ രൂപപ്പെടുത്തിയ തുരുത്ത്, തങ്ങൾ തുഴഞ്ഞെടുത്തിയ തുരുത്ത്, ആ തുരുത്തിന് പുറത്തു നിന്നുകൊണ്ട് അവർ പേടിച്ച് നിൽക്കുകയാണ്, ഞങ്ങൾക്ക് പ്രവേശനമുണ്ടാവുമോ ഇല്ലയോ. ആ ഭയത്തിന് തൽക്കാലം നമുക്ക് ലഭിച്ചിട്ടുള്ള പരിഹാരത്തിൻ്റെ, ശമനത്തിൻ്റെ, ഔഷധത്തിൻ്റെ പേരാണ് സ്നേഹിതൻ. നല്ല സ്നേഹിതർക്ക് വാഴ്ത്തുണ്ടാവട്ടെ. താങ്ക് യു.